ഗായ്സ്, നമ്മുടെ സ്നേഹ പുതിയ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ട്. അതെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. അടിക്കണ്ട, നിങ്ങൾ അടിച്ചാൽ അവസാനം അടിയായി പോകും. ഹലോ, ഞാൻ ഇന്നൊരു സ്ഥലത്തോട്ട് പോകണം. അപ്പം നല്ല വിശപ്പുള്ളതുകൊണ്ട് തന്നെ ആദ്യം ഒരു ഹണി അൽഫാമും മന്തി കൊണ്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. എൻ്റെ പപ്പാൻ്റെ ഫ്രണ്ട് വരുന്നുണ്ട് റൂമിൽ നിന്ന്. അപ്പം കുറച്ച് സാധനങ്ങൾ അയച്ചിട്ടുണ്ട്. അത് വാങ്ങിക്കാനാണ് ഞാൻ ഇന്ന് എയർപോർട്ടിലേക്ക് പോകുന്നത്. ഫ്ലൈറ്റ് ഇന്ന് നൈറ്റ് 11:30 അറൈവൽ ആവുക. അപ്പം ഇന്ന് ഞങ്ങളുടെ റൂമിൽ സ്റ്റേ ചെയ്യാമെന്നാണ് വിചാരിച്ചത്. അവിടെ ഞാൻ എയർപോർട്ട് ജംഗ്ഷൻ എത്തിയപ്പോൾ തന്നെ ശ്രീജിത്ത് വന്നു. അങ്ങനെ ഞങ്ങൾ കുറച്ചുകൂരം സംസാരിച്ച് 2 കോഫിയൊക്കെ കുടിച്ചിട്ടാണ് ഞാൻ റൂമിലോട്ട് പോയത്. പിന്നെ ഞാൻ ഇന്ന് വരുന്ന കാര്യം ആക്ച്വലി റോസിനും റിൻഷിക്കൊന്നും അറിയില്ല, സാന്ദ്രയ്ക്ക് മാത്രമേ അറിയുള്ളൂ. ഇപ്പം നിങ്ങളീ കാണുന്ന സംസാരം എന്താണെന്ന് വെച്ചാൽ ഞങ്ങളുടെ റൂം വന്ന് 3rd ഫ്ലോറിലാണ്. സോ ഡ്യൂട്ടി കഴിഞ്ഞ് ക്ഷീണിച്ച് ഞങ്ങൾ സ്റ്റേഴ്സ് എത്ര കയറിയാലും ഞങ്ങളുടെ റൂമിലേക്ക് എത്താത്ത പോലെ ഫീൽ ചെയ്യും. അപ്പം അതൊക്കെ മിസ് ചെയ്യുന്നുണ്ട് എന്നാണ് ഞാനീ പറയുന്നത് കേട്ടോ. പിന്നെ റോസ് മേരി തോമസ് അന്നവിടയിൽ കുറച്ച് നേരത്തിന് ഉണ്ടായിരുന്നു. കുറച്ച് നേരം മിണ്ടാണ്ട് സൈലൻ്റായി നിൽക്കുമായിരുന്നു അവളെ. പിന്നെ സാൻഡ്രനെ എക്സ്പെക്ട് ചെയ്തിരുന്നു. ഓട്ടോ വന്നപ്പോൾ തന്നെ അവൾക്ക് ഞാനാണെന്ന് മനസ്സിലായി. ഈ സാധനം തന്നെ ലിപ്സ്റ്റിക് ഇടാണ്ട് എൻ്റെ മുഖം ഞാൻ ആരെയും കാണിക്കില്ല എന്ന് പറഞ്ഞ നിൽക്കാണ് ഈ നിൽപ്പ്. അതായത് ഗായ്സ്, നമ്മുടെ സ്നേഹ പുതിയ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ട്. അതെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. അടിക്കണ്ട, നിങ്ങൾ അടിച്ചാൽ അവസാനം അടിയായി പോകും. സബ്സ്ക്രൈബ് നിങ്ങളൊക്കെ ചെയ്തോ. പിന്നെ കുറച്ചു നേരം മൊത്തത്തിൽ ഇവളുടെ തള്ളായിരുന്നു കേട്ടോ. പുറത്ത് പോകാൻ തീരുമാനിച്ചെങ്കിലും ഇവളുടെ തള്ളും പ്രഹസനമൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് രാത്രി 8:30 പിന്നെ ഞങ്ങൾ ലേറ്റ് ആക്കാണ്ട് പോയി. കാരണം 12:30-ക്കും 2:30-ക്കും പുലർച്ചെ 4:30-ക്കും ഒക്കെയാണ് ഇവർക്ക് ഡ്യൂട്ടി വരുന്നത്. ഇവിടെ നിന്ന് ചെറുതായിട്ട് എന്തെങ്കിലും സ്നാക്സ് കഴിച്ച് തിരിച്ചു പോകുമ്പോൾ ഹെവി ആയിട്ട് എന്തെങ്കിലും കഴിക്കാമെന്നായിരുന്നു ഞങ്ങളുടെ പ്ലാൻ. പക്ഷെ സംസാരിച്ചിരുന്ന് ചെറിയ സ്നാക്സ് കഴിച്ച് ഞങ്ങളുടെ വയറ് നിറഞ്ഞു. പിന്നെ ഞങ്ങൾ ഹെവി ആയിട്ടൊന്നും കഴിക്കില്ല എന്ന് തീരുമാനിച്ചു. നാളെ അവർക്ക് ഡ്യൂട്ടിക്ക് കയറേണ്ടതുകൊണ്ട് തന്നെ ഞങ്ങൾ പെട്ടെന്ന് ഫുഡ് കഴിച്ച് അവിടെ നിന്ന് സ്ഥലം വിട്ടു. പിന്നെ റൂമിലെത്തിയ ഉടനെ അവരെല്ലാവരും കിടന്നു. ഞാനങ്ങനെ ഫ്രഷായി ഡ്രസ്സൊക്കെ മാറ്റി എയർപോർട്ടിലേക്കും പോന്നു. പിന്നെ ഞാനിനി തിരിച്ചെത്തുമ്പോഴത്തേക്കും അവർ നല്ല ഉറക്കാവും. അവർ പോയി വരുമ്പോഴത്തേക്കും ഞാനിവിടുന്ന് സ്ഥലം വിടും. പിന്നെ ഞാൻ എയർ ഇന്ത്യയുടെ റിസർവേഷനിൽ നിന്നു, ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ സംസാരിച്ചു. അപ്പം എനിക്ക് ചെറുതായിട്ട് പാസ് ഒന്ന് കിട്ടിയിരുന്നെങ്കിൽ എനിക്ക് ഉള്ളിൽ പോകുമായിരുന്നല്ലോ എന്നൊന്ന് തോന്നിപ്പോയി. പക്ഷെ എനിക്ക് വിഷമമൊന്നുമില്ല. പിന്നെ ഞങ്ങളുടെ സാറുമാരൊക്കെ കണ്ടു. അവരെന്തോ വലിയ ബിസിയിലാണ്. വള്ളി എന്തോ ഉണ്ട്. വള്ളിയില്ലാത്ത ദിവസങ്ങളില്ലല്ലോ ഞങ്ങൾക്ക്. അങ്ങനെ ഇപ്പം എൻ്റെ ഫ്രണ്ട് വന്നു. വെള്ള ടീഷർട്ടിൽ മെസ്സിൻ്റെ ഫോട്ടോ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും കണ്ടുപിടിക്കാൻ അത്ര കഷ്ടപ്പെടേണ്ടി വന്നില്ല. ആക്ച്വലി ആ പെട്ടി ആ ചേട്ടൻ എനിക്ക് തന്നത് മാത്രമേ ഓർമ്മയുള്ളൂ. പിന്നെ പെട്ടിയൊക്കെ ഓപ്പൺ ചെയ്ത് കുറച്ച് ചോക്ലേറ്റ്സ് ഒക്കെ എല്ലാവർക്കും കൊടുത്തു. കൊടുക്കേണ്ടി വന്നില്ല, എല്ലാവരും എടുത്തു. അങ്ങനെ തിരിച്ച് ഞാൻ റൂമിലെത്തി. പിന്നെ ഞാൻ രാവിലെ തന്നെ അവർക്ക് ഡ്യൂട്ടി കഴിഞ്ഞ് വരുന്നതിൻ്റെ മുന്നേ വീട്ടിലേക്ക് പോകുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ ഇനി കാണാം. ബൈ ബൈ.